ഒരു XUV500 ഒരു എയറോൺ ഫിറ്റ്മെന്റ് ചെയ്ത വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു 3 പൈപ്പ് എയറോൺ ആണത്. അതും സെപ്പറേറ്റ് വേറെ ഒരു ഹോൺ കൂടി വെച്ചിട്ടുണ്ട്. 2-way സ്വിച്ചിലാണ് ഇത് കൺട്രോളിങ് അവർ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പവറുള്ള ഒരു ഹെയറോൺ ഒരു നോർമൽ ഒരു സ്പീക്കേഴ്സുമായിട്ടാണ് അവർ വയറിങ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റിലേ ഇതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ റിലേ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കൂട്ടാനാണ്, ആംബിയർ കൂട്ടാൻ വേണ്ടി റിലേ ഉണ്ട്. ഡയറക്റ്റ് കണക്ഷൻ പോലും കൊടുക്കാണ്ട് ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് റിലേ വെക്കുന്നത്, അതുപോലും കൊടുക്കാണ്ട് വെറുതെ വന്ന ലൈനിൽ തന്നെ റിലേ പൊട്ടിപ്പിരിച്ച് കൊടുത്തേക്കാണ്. എന്തിനാ റിലേ വെച്ചതെന്ന് തന്നെയുള്ള ഒരു ചോദ്യം ആദ്യം തന്നെ കിടക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇത് ആ ഒരു വയറും കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഉള്ളിലേക്ക് ഒരു ഫോറം വയർ വെച്ച് ചെറിയൊരു വയർ വലിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം എഞ്ചിന് കുറുകെ വെറുതെ ഒരു ടൈ പോലെ അടിക്കാണ്ട്, അതേപോലെ തന്നെ ഒരു സ്റ്റീവ് പോലെ ഇടാണ്ടാണ് എഞ്ചിന് ഇത്രയും ഹീറ്റ് വരുന്ന ആ ഒരു സൈഡിൽ വെറുതെ വലിച്ചിട്ടുള്ളത് കേട്ടോ. അതും ബൂട്ടിന്റെ ഉള്ളിൽ കൂടെ അല്ല വലിച്ചിട്ടുണ്ട്, ബൂട്ട് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ കുത്തി തിരികിട്ടാണ് വെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ എഞ്ചിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ വരും. പിന്നെ ഞാൻ ഒരുപാട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ബൂട്ട് സൈഡിൽ കൂടെ ബൂട്ടിന്റെ സൈഡിൽ കൂടെ നമ്മൾ വയറിങ് ഇടുകയാണെങ്കിൽ എലി കയറാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്ക് എന്തായിട്ടും ആ ഒരു സംഭവം എലി ഉള്ളിൽ കയറുകയാണെങ്കിൽ വരും. അതുപോലെ തന്നെ ആ ഒരു വയറെ കണ്ടില്ല, ഒരു തരത്തിലുള്ള സ്ലീവോ ടൈയോ ഒക്കി ഫിറ്റ്മെന്റ് വെറുതെ അങ്ങോട്ട് ചെയ്യാണ്. ഇത്രയും ലക്ഷക്കണക്കിന് പൈസയുടെ വണ്ടി നമ്മൾ ഓരോരുത്തർ വണ്ടി വാങ്ങിക്കുന്ന ഓരോരുത്തരെ ഒരു ആഗ്രഹം കൊണ്ടാണ്. അതും ഓരോ സാധനങ്ങൾ ആഡ് ചെയ്യണതും വണ്ടിയിൽ ആഡ് ചെയ്യണതും അത്രയധികം ആഗ്രഹിച്ചിട്ടാണ്. അതിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതേപോലത്തെ വീഡിയോ ഇട്ട് കാണിക്കുന്നത്. ഒരുപാട് ആൾക്കാർ അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എത്രയോ ടെക്നീഷ്യന്മാർ കേരളത്തിലുണ്ട് നല്ല രീതിയിൽ ചെയ്യണത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ ഇങ്ങനെയൊന്നല്ല ചെയ്യണേന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ ആണ്. അല്ലാണ്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരുമ്പോഴാണ് അത് അങ്ങനെ ചെയ്യരുതെന്ന് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് അത് മനസ്സിലാവുക. ഈ ഷോപ്പിലല്ല ഏതൊരു ഷോപ്പിലായാലും ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോ ഇട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായിട്ട് നമുക്ക് ആ ഒരു വയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 റിലേ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കമ്പനി ഹോൺ മാറ്റിയിട്ട് ഇവരൊരു വിൻഡ് ടോൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 3 പൈപ്പ് ഹെയർ ഓൺ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ഓണിന് നമ്മൾ ഹെവി ഡ്യൂട്ടി ഹോണ്ട റിലേ വെച്ചാണത്. മറ്റേ ഹോണിന് നോർമൽ ഹോണ്ട റിലേ ആഡ് ചെയ്തത്. അതും സ്വിച്ച് ടൈപ്പ് ആട്ടോ. സ്വിച്ച് 2-way സ്വിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിൽ ഇട്ടിട്ടുള്ളത്. 2 ഹോണും കൂടിയും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ. സ്വിച്ചിൽ ഓരോരോ 2-way സ്വിച്ച് നിങ്ങൾക്ക് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. XL6ന്റെ വീഡിയോ ഇട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനത്തെ 2-way സ്വിച്ച് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ 2 ഓണും വെക്കുന്ന രീതിയിലാക്കിയത്. പിന്നെ ഇത് വയറ് ലൂപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാണ് അതിന്റെ സംഭവം ഫിറ്റ്മെന്റ് ചെയ്തായിരുന്നത്. അപ്പൊ അതുമായിട്ട് നമ്മൾ ക്ലിക്ക് ടൈപ്പ് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും വയറിംഗ് ഒക്കെ മാറ്റാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും നമ്പർ താഴെ ആ ഒരു ഇതിൽ കൊടുക്കാട്ടോ. അപ്പോൾ വരണകാട്ടും തലേസം വിളിച്ചിട്ട് മാത്രം നമ്മളെ ഷോപ്പിലേക്ക് എന്തായാലും വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാനുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം.